കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓർത്തോനോർമൽ ബേസിസ് എന്താണെന്ന് പറഞ്ഞു, ഓർത്തോഗണൽ സെറ്റ് എന്താണെന്ന് പറഞ്ഞു, ഓർത്തോനോർമൽ സെറ്റ് എന്താണെന്ന് പറഞ്ഞു, ഓർത്തോനോർമൽ ബേസിസിൻ്റെ സ്പാനായിട്ട് ഓരോ എലമെൻറ്റിനെ എഴുതാൻ പഠിച്ചു. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഗ്രാം ഷ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ എന്നുള്ളതാണ്. ഒരു 6 മിസ്സായിട്ടുണ്ട്, ഓർത്തോ നോർമലൈസേഷൻ ആയിട്ടുണ്ട്. അത് ഓർത്തോ നോർമലൈസേഷനാണ്. ഓക്കെ, അതായത് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ്, x1 x2 x3 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേസിസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബേസിസിനെ എങ്ങനെ ഓർത്തോ നോർമൽ ബേസിസാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് ഫോർമുലയുണ്ട്. അതിൻ്റെ പ്രൂഫ് തൽക്കാലം നമ്മുടെ സിലബസിൽ ഇല്ല. സോ പ്രൂഫ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എന്താണ് ഫോർമുല എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ തിയറം 3.1. Every non-zero finite dimensional inner product space has a orthonormal basis. എന്താ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഏത് നോൺ സീറോ ആയിട്ടുള്ള ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എടുത്താലും അതിന് ഓർത്തോ നോർമൽ ബേസിസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അങ്ങനെ ആക്കുക എന്നുള്ള പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാം ഷ്മിത്ത് പ്രോസസ്സ്. ഓക്കെ, സോ ഗ്രാം ഷ്മിത്ത് പ്രോസസ് ഫോളോസ് ആസ് ഫോളോസ്. ലെറ്റ് u1 u2 un be a urb into ഒരു ബേസ് ആണ് വിചാരിക്കുക. ഓക്കെ, വി കൺവേർട്ട് ദം ഇൻ ടു v1 v2 എക്സ്ട്രാ vn ഓർത്തോഗണൽ ബേസിലോട്ട് മാറ്റും. തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ ബേസിസിനെ നമ്മൾ എന്താക്കി മാറ്റും? ഓർത്തോഗണൽ ബേസിലേക്ക് മാറ്റും. ഏത് വെച്ച പ്രകാരം? ഈ ഫോർമുല പ്രകാരം പ്ലസ് ഇപ്പോൾ കിട്ടിയ v1 v2 എക്സ്ട്രാ vn എന്ന് പറയുന്നത് ഓർത്തോഗണൽ ബേസാണ്. അതിനെ ഓർത്തോ നോർമൽ എങ്ങനെയാക്കുക? ആ തന്നിരിക്കുന്ന ആളുടെ എല്ലാം ഡിവൈഡഡ് ബൈ അതിൻ്റെ തന്നെ നോം വെച്ച് ഡിവൈഡ് ചെയ്താൽ അവരെന്തായി മാറും? ഓർത്തോ നോർമലൈസായി മാറും. ഓക്കെ, സോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഫോർമുലയിൽ പറയണം. v1 എന്ന് പറഞ്ഞാൽ ആരെ തന്നെ എടുക്കുക? u1 തന്നെ എടുക്കുക. ഓക്കെ, v2 എന്ന് പറഞ്ഞാൽ ആരാ? v2 ഡിഫൈൻ ചെയ്യണത് u2 മൈനസ് എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് u2 v1 ഡിവൈഡ് ബൈ നോം v1 സ്ക്വയർ ഇൻറ്റു v1. ഓക്കെ, v3യുടെ ഫോർമുല എന്താ? v3 ഈക്വൽ ടു u3 മൈനസ് u3 v1 ഡിവൈഡ് ബൈ നോം v1 സ്ക്വയർ ഇൻറ്റു v1 മൈനസ് u3 v2 divided by norm v2 square v2. ഓക്കെ, സിമിലർലി പ്രൊസീഡിങ് ലൈക്ക് ദിസ്. സോ എങ്ങനെയാണ് ഫോർമുല ഉണ്ടാവുക? v4 ആണെങ്കിൽ അയാളെ u4 മൈനസ് എന്താ ചെയ്യുന്നത്? u4 ഇന്ന പ്രൊഡക്റ്റ് v1 ഡിവൈഡ് ബൈ നോം v1 സ്ക്വയർ v1 മൈനസ് u4 v2 ഡിവൈഡ് ബൈ നോം v2 സ്ക്വയർ. അപ്പോൾ ആരാണോ കണ്ടുപിടിക്കേണ്ടത്? nth ആളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ആര് വരും? nth ടേം വരും അല്ലേ? ഈ മൈനസ് എന്തായിരിക്കും? ഇവിടെ nth ടേം ഇൻറ്റു v1 ഡിവൈഡ് ബൈ നോം v1 സ്ക്വയർ ഇൻറ്റു v1, ഇവിടെ nth ടേം ഇൻറ്റു v2 ഡിവൈഡ് ബൈ നോം v2 സ്ക്വയർ ഇൻറ്റു v2 എക്സെട്ര. v എന്തുവരെ വരും? vn മൈനസ് 1 ഡിവൈഡ് ബൈ നോം vn സ്ക്വയർ ഇൻറ്റു vn മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു vn മൈനസ് 1 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി കിട്ടിയ u1 u2 എക്സ്ട്രാ v1 v2 എക്സ്ട്രാ v3 4 പ്രത്യേകത അവർ ഓർത്തോഗണലാണെന്നുള്ളതാണ്. അവരെ ഓർത്തോ നോർമൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ആളിനെ അതിൻ്റെ നോർമൽ വെച്ച് ഡിവൈഡ് ചെയ്താൽ നോർമലൈസ് ആക്കി മാറ്റാൻ പറ്റും. സോ നമുക്ക് പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ലെറ്റ് R4 ഹാവ് ആൻ യൂക്ലിഡിയൻ ഇന്നർ പ്രൊഡക്റ്റ്. യൂസ് ദ ഗ്രാം ഷ്മിത്ത് പ്രോസസ് ടു ട്രാൻസ്ഫോം ദ ബേസിസ് u1 u2 u3 4 into an orthonormal basis where u1 u2 u3 u4 is given by u1 equal to 0 2 0 1 0, u2 equal to 1 minus 1 0 0, u1 equal to 1 2 0 minus 1. ഇത് u3 ആണ്, u3 ആണിത്, ഇത് u4 ആണ്. ഓക്കെ, u4 equal to 1 0 0 1. തെറ്റ് എഴുതിക്കാണ് u1 u2 എന്ന്. ഓക്കെ, യൂസിങ് ദ ബേസിസ് u1 u2 u3 4 for R4, let us first construct orthogonal basis v1 v2 v3 v4. ഇപ്പോൾ എന്തൊക്കെയാണ് ഫോർമുല? v1 എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? ഈക്വൽ ടു u1 എന്ന് വെച്ചാൽ ആരെന്നെ 0 1 2 1 0. ഓക്കെ, v2ൻ്റെ ഫോർമുല എന്താ? u2 മൈനസ് ഇന്ന പ്രൊഡക്റ്റ് u2 v1 ഡിവൈഡ് ബൈ നോം v1 സ്ക്വയർ ഇൻറ്റു v1. അപ്പോൾ എന്താ വരിക? u2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 1 മൈനസ് 1 0 0 ആണ്. ഇനി u2 v1 ഇന്ന പ്രൊഡക്റ്റ് എന്താ? u2 v1 ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ u2 v1 ഇന്ന പ്രൊഡക്റ്റ് ആണ് അല്ലേ? v1 ഇതാണ്, u2 v1 അപ്പോൾ 1 ഇൻറ്റു 0 മൈനസ് 1 ഇൻറ്റു 2 0 ഇൻറ്റു 1 1 0 ഇൻറ്റു 0 എന്ന് വെച്ചാൽ മൈനസ് 2 ആണ് വരിക. ഡിവൈഡ് ബൈ നോം ആരാ? നോം v1 സ്ക്വയർ. നോം v1 സ്ക്വയർ ആരാ? ഇയാളുടെ 0 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു v1 എന്ന് വെച്ചാൽ 0 2 1 0. അപ്പോൾ ആ കിട്ടിയ വാല്യൂസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും ആര്? 1 മൈനസ് 1/5 2/5, 0. ഇനി v3 എങ്ങനെ ചെയ്യുക? v3യുടെ ഫോർമുല u3 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് u3 v1 ഡിവൈഡ് ബൈ നോം v1 സ്ക്വയർ
ഇൻറ്റു V1 മൈനസ് ഇന്ന പ്രോഡക്റ്റ് U3 V2 ഡിവൈഡ് ബൈ നോം V2 സ്ക്വയർ ഇൻറ്റു V2. സോ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യണ പോലെ തന്നെ ഇന്ന പ്രോഡക്റ്റ് എടുക്കുന്നു, കണ്ടുപിടിക്കുന്നു. U3 എന്ന് പറഞ്ഞാൽ 1 2 0 -1 ആണ്. മൈനസ് നമ്മൾ ഇന്ന പ്രോഡക്റ്റ് എടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1/2 1/2 -1 കിട്ടും. സിമിലർലി V4 കണ്ടുപിടിക്കുന്നു. V4ൻ്റെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി ഒരു ലെങ്തി പ്രോസസ്സ് ഉണ്ട്, കണ്ടുപിടിക്കുന്നില്ല, പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ല. ഇന്ന പ്രോഡക്റ്റ് എടുക്കുന്നു, അത് ഡിവൈഡ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 415 മൈനസ് 8/415 4/5 കിട്ടുന്നു. ഇനി നമ്മളെന്താ ഈ തന്നിരിക്കുന്ന പുതിയ വെക്ടേഴ്സ് ആരാ? V1 V2 V3 V4 ആണ് അല്ലേ? ഇതാണ് നമ്മുടെ V1 V2 V3 V4 വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യാം? തന്നിരിക്കുന്ന വെക്ടറുകളെ അവരുടെ നോം വെച്ച് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ V1 നോം കണ്ടുപിടിച്ചു √5, V2 നോം കണ്ടുപിടിച്ചു 1/5 √30, V3 നോം കണ്ടുപിടിച്ചു, V4 നോം കണ്ടുപിടിച്ചു, അതെല്ലാം വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് Q1 Q2 Q3 Q4 കണ്ടുപിടിച്ചു. എങ്ങനെ? V1 ബൈ നോം V1, V2 ബൈ നോം V2, V3 ബൈ നോം V3, V4 ബൈ നോം V4. ഓക്കെ, സോ പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് വെക്ടർ ബേസിസ് വന്നിട്ടുണ്ടാവും. ആ ബേസിലെ എലമെൻറ്റ്സിന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തോഗണൽ ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓർത്തോഗണൽ ബേസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എന്നിട്ടുള്ള ഫോമിൽ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് V1 V2 V3 V4 കിട്ടും. അതിൻ്റെ ഹെൽപ്പോട് കൂടി അതിനെ നോർമലൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി Q1 Q2 Q3 Q4 കിട്ടും. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യാം. Let the vector space P2 have the inner product. Inner product PQ equal to -1 to n P of x Q of x dx. Inner product ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ രീതിയിലാണ്. അപ്ലൈ ദ ഗ്രാം-സ്മിത്ത് പ്രോസസ് ട്രാൻസ്ഫോം ദി സ്റ്റാൻഡേർഡ് ബേസിസ് 1x(x2) ഇൻറ്റു ഓർത്തോഗണൽ ബേസിസ് 5(1)(x), 5(2)(x), 5(3)(x). ഓക്കെ, സോ നമുക്ക് ചെയ്യാം. U1 U2 U3 വന്നിട്ടുണ്ട്. സോ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് U1 U2 U3 വന്നിട്ടുണ്ട്. സോ U1 U2 U3 ബേസിസ് ഫോർ P2 ആണെന്ന് അറിയാം. സോ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി >= 2 ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ട് എങ്ങനെയാണ്? V1 = U1 = 1 ആണ് ഫോമിൽ പ്രകാരം. V2ൻ്റെ ഫോമിൽ എന്താ? U2 V1 = എന്താ ഫോമിൽ വരും? -1 to 1 dx = x²/2 = എന്താണ്? 0 ആണ്. ഓക്കെ, അടുത്ത ആരാ? V2ൻ്റെ ഫോമിൽ എന്ത് വരും? V2 = എന്താ വരിക? V2 ഫോർമുല V2 = U2 മൈനസ് ഇന്ന പ്രൊഡക്റ്റ് U2 V1 ഡിവൈഡ് ബൈ നോം V1 സ്ക്വയർ ഇൻറ്റു V1 ആണ്. ദാറ്റ് ഈസ് ഇയാൾ 0 ആയി പോയതുകൊണ്ട് U2 തന്നെ വന്നു. ദാറ്റ് ഈസ് x ആയി മാറി. ഇനി U3 V1 എന്താ വരിക? U3 V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 to 1 x² × 1 dx ആണ്. ദാറ്റ് ഈസ് x³ 3 -1 to 1 ദാറ്റ് ഈസ് 2/3 ആയി മാറി. ഇനി U3 V2 ചെയ്തെന്താ? U3 V2 ചെയ്താൽ x² x ആണ്. അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ x⁴/4 വരും. ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് -1 to 1 കൊടുത്താൽ 0 ആയി പോകും. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ V3യുടെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. V3യുടെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോം V1 സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ത് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട്. V3യുടെ ഫോമിൽ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x² - 1/3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, -1/3 കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ? യു ഒബ്റ്റെയിൻ ദ ഓർത്തോഗണൽ ബേസിസ് 5(1)(x), 5(2)(x), 5(3). ഓർത്തോഗണൽ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? നോർമലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നോർമലൈസ് ചെയ്യുന്നില്ല. സോ 5(1)(x) 1 ആണ്, 5(2)(x) x ആണ്, 5(3)(x) x² - 1/3 ആണ്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് ഈ സെക്ഷനിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് പറയുക. ഇത് ജസ്റ്റ് ഇന്ന പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട്. തന്നിട്ടുള്ള വെക്ടേഴ്സ് വന്നിട്ടുണ്ട് U, B ഒക്കെ. അതിൻ്റെ ഇന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. UV = 2U1 V1 + 3U2 V2 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക, അത്രയേ ചെയ്യാനുള്ളൂ. ഇനി M22ലെ ഇന്ന പ്രൊഡക്റ്റ് എന്താ? M22ലെ ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രേസ് ഓഫ് A ട്രാൻസ്പോസ് B ആയിരുന്നു എന്ത്? ഇന്ന പ്രൊഡക്റ്റ് AB എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ല. ഇന്ന പ്രൊഡക്റ്റ് AB എന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് ട്രേസ് ഓഫ് B ട്രാൻസ്പോസ് A ആയിരുന്നു അല്ലേ? സോ ആ ഫോമിൽ എന്താണെന്ന് നോക്കുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റാൻഡേർഡ് ഇന്ന പ്രൊഡക്റ്റ് ഓൺ P2. എന്തായിരുന്നു സ്റ്റാൻഡേർഡ് ഇന്ന പ്രൊഡക്റ്റ് ഓൺ E2? തന്നിരിക്കുന്ന ആളിനെ എങ്ങനെയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക? തന്നിരിക്കുന്ന എലമെൻറ്റിനെ ഈ രണ്ടാൾക്കാരെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ഇതിനെ -2 1 3, അടുത്ത ആളിനെ 4 0 -7, ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? കോർഡിനേറ്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ പോളിനോമിയലിലെ സ്റ്റാൻഡേർഡ് ഇന്ന പ്രൊഡക്റ്റ് കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുള്ളത്. വലിയ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ജസ്റ്റ് ഫോമുല നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അറിഞ്ഞിരിക്കുക എന്താണ് സ്റ്റാൻഡേർഡ് ഇന്ന പ്രൊഡക്റ്റ് ഓരോ സ്ഥലങ്ങളിലെയും തന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതിലും തന്നിട്ടില്ല U + V² U - V² = 2 × നോം U² + 2 നോം B² ആണ്. അത്
അതെന്താ പറയുക, യു പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്നുണ്ട്. യു പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനിഷൻ പ്രകാരം യു പ്ലസ് ബി കോമ യു പ്ലസ് ബി ആണ്. u plus v whole square plus u minus v whole square equal to 2 into norm u square plus 2 into norm v square ആണ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. norm of u plus v whole square എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ പ്രകാരം എന്താ വരിക, ഇന്നർ പ്രൊഡക്റ്റ് യു പ്ലസ് വി കോമ ഇന്നർ പ്രൊഡക്റ്റ് യു പ്ലസ് വി ആണ്. ഇന്നർ പ്രൊഡക്റ്റ് എന്തുണ്ടാവുക, ഇന്നർ പ്രൊഡക്റ്റ് യു യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് യു വി പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് വി യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് വി വി എന്നാണ് വരാൻ പോകുന്നത് അല്ലേ. നമ്മൾ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ് എടുക്കുന്നത്. സോ ഈ വി യുവിനെ നമുക്ക് വി യു എന്ന് പറയുന്നതും യു വി എന്ന് പറയുന്നത് സെയിം ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഇതെന്തായി മാറും, ഇന്നർ പ്രൊഡക്റ്റ് യു യു പ്ലസ് 2 ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു വി പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് വി വി ആയി മാറും. ഇനി നോം ഓഫ് യു മൈനസ് വി ഹോൾ സ്ക്വയർ എന്ത് വരും, സിമിലർലി ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് യു യു പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് വി വി മൈനസ് 2 ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്നാണ് കിട്ടാൻ പോകുന്നത്. സോ തൊട്ട് മുമ്പത്തേൽ ഉണ്ടായിരുന്നതിൽ പ്ലസ് 2 യു വി ആയിരുന്നു. ഇപ്പോഴത്തെ കിട്ടിയതിൽ മൈനസ് 2 വി ഉണ്ട്. രണ്ടും കൂടി സം ചെയ്യുമ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ, 2 ഇൻറ്റു നോം യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു നോം ബി സ്ക്വയർ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, സോ അതാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ 11ാമത്തേൽ എ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ അതാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ 12ാമത്തെ ക്വസ്റ്റ്യനും ബി പാർട്ടും അതുപോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. നോം ഓഫ് യു പ്ലസ് ബി ഹോൾ സ്ക്വയറും നോം ഓഫ് യു മൈനസ് ബി ഹോൾ സ്ക്വയറും കൊണ്ട് മൈനസ് ചെയ്തിട്ട് 1/4 ചെയ്ത് കഴിഞ്ഞാൽ ആര് ക്യാൻസലായി പോകും, ഇവിടെ തന്നെ പറയാം. തൊട്ട് മുമ്പത്തെ റൂളത്തിൽ ആര് ക്യാൻസലായി പോകും, നോം യു സ്ക്വയറും നോം ബി സ്ക്വയർ എന്തായി പോവും, ക്യാൻസലായി പോവും. ബാക്കി ആരാ വരിക, 2 ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് യു വി മൈനസ് മൈനസ് ആയി പ്ലസ് ആയിട്ട് ആരായി മാറും, പ്ലസ് 2 ഇന്നർ പ്രൊഡക്റ്റ് യു വി ആയി മാറും. എന്ന് വെച്ചാൽ ഈ 2 കൂടി 4 ഇന്നർ പ്രൊഡക്റ്റ് യു വി ആവും. അതാണ് 1/4 എടുത്ത് ഇതാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ അതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് ഫോർമുല എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഇവിടെ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ആൾക്കാരുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. യു ഡോട്ട് ബി ഡിവൈഡഡ് ബൈ നോം യു ഇൻറ്റു നോം ബി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ പോളിനോമിയലിൻ്റെയും സെയിം പരിപാടി തന്നെ ചെയ്യണത്. എങ്ങനെയാണോ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, മെട്രിക്സിൻ്റെയും നമ്മളതുപോലെ തന്നെ ചെയ്യണത്. അങ്ങനത്തെ എക്സാമ്പിൾസ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓർത്തോഗണൽ അല്ലോ എന്ന് എങ്ങനെ നോക്കുക, എലമെൻറ്റ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ എന്തുണ്ടാവും, ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈക്വൽ ടു എന്ത് വരും, 0 വരും. അങ്ങനെ അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്, ഓർത്തോഗണൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. പോളിനോമിയൽ കേസിലും സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് അതുപോലെ ചെയ്യണു, മെട്രിക്സിലും അതുപോലെ തന്നെ ചെയ്യണത്. ഇനി തന്നിട്ടുള്ള വെക്ടറിനെ കോമ്പിനേഷനായിട്ട് എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് രീതിയിലാണ് നമ്മൾ അതിനെ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണേ എന്നുള്ളത്. നമ്മുടെ ഫോർമുല ഉണ്ട്, ആ ഫോർമുല അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അതുപോലെ ഗ്രാം-ഷ്മിത്ത് ഓർത്തോണോമസ് ചെയ്യാനും നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കിട്ടാത്ത ഡിഫിക്കൽട്ടായ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്തില്ല, ഉണ്ടെങ്കിൽ പറയുക ചെയ്യാം.